ആത്മജ പുറത്തു പോയി നിന്നു. ജിത്തു വന്നപ്പോൾ അവൾ നിഷ്കളങ്കത മുഖത്ത് വാരി വിതറി. ജിത്തുവിൻ്റെ കുത്തിവീർപ്പിച്ച മുഖം കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും ആത്മജ ചിരി കടിച്ച് അമർത്തി. അവൻ അവളെ രൂക്ഷമായി നോക്കിയ ശേഷം ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു. അവൻ്റെ പുറകെ അവളും വേഗത്തിൽ നടന്നു. സത്യം പറയടി, നീ എന്താ അവിടെ ചെയ്തത്? എന്നെ നീ ഭ്രാന്ത് പിടിപ്പിക്കരുത്. റൂമിലെത്തിയ അവളെ ബെഡിലേക്ക് തള്ളിയിട്ട ശേഷം അവൻ അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അമർഷത്തോടെ ചോദിച്ചു. അവൾ ഒച്ച വെക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മുടി കുത്തിപ്പിടിച്ച് എണീപ്പിച്ച് നിർത്തി. ആ, എനിക്ക് വേദനിക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അവളുടെ കൂസലില്ലായ്മ അവനെ കൂടുതൽ ദേഷ്യകരനാക്കി. എൻ്റെ ശരീരം വേദനിക്കുന്നു. വിട്, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഞാൻ നിങ്ങളുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കാനല്ല അങ്ങോട്ട് വന്നത്. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എൻ്റെ ഭാര്യയാണോ? അവൻ നിസ്സാരമട്ടിൽ ചോദിച്ചു. ഈശ്വരൻ്റെ മുന്നിൽ നിന്നും ഈ താലി ചാർത്തിയതും എൻ്റെ സീമന്തരേഖയിൽ കുങ്കുമം തേച്ചതും നിങ്ങളാണ്. അത് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ലേ? ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ പണ്ടത്തെ പൊട്ടിപ്പെണ്ണല്ല. എനിക്കിഷ്ടമല്ല എൻ്റെ ഭർത്താവ് ആ വഴി പോകുന്നത്. അവൾ ശക്തിയിൽ അവനെ തള്ളിമാറ്റി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇനിയും ഞാൻ പോവും. നിനക്ക് തടയാമെങ്കിൽ തടഞ്ഞോ? അവൻ അവളുടെ തള്ളി വെച്ചുവെങ്കിലും വീയാതെ ഭിത്തിയിൽ പിടിച്ചു നിന്ന് കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ ആരാ നിനക്ക് ചോദിക്കാനുള്ളത്? മോളെ കെട്ടിച്ച് വിട്ടിട്ട് ഒന്ന് സുഖവിവരം അറിയാൻ പോലും നിന്റെ തന്തയോ തള്ളയോ പോട്ടെ ആരെങ്കിലും വിളിച്ചോ? അവളുടെ തല താഴ്ന്നു പോകുന്നത് കണ്ടപ്പോൾ അവന് കൂടുതൽ ദേഷ്യം വന്നു. ഒരു അശ്വതി പോയാൽ 100 അശ്വതി വരും. നീ എൻ്റെ പുറകെ നടന്ന് എല്ലാത്തിനെയും ഓടിക്കോ? ചെന്ന് നിന്നെ നാണം കെട്ട വീട്ടുകാരോട് പറയടി. എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കാം. എൻ്റെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട. അവർ ആരും നിങ്ങളെ തിരുത്താനോ വഴി തടയാനോ വരില്ല. അവൾ അവനോട് പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു. എടി പോവല്ലേ, നിന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ? അതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ജീവിതത്തിൽ നിന്നും പോകുന്നതും. നിന്നെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് തോന്നിയ പെണ്ണുങ്ങളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തും. ചിലപ്പോൾ നിന്നെ കാണിച്ചും. അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വെല്ലുവിളിക്കും പോലെ പറഞ്ഞു. എന്നെക്കൊണ്ട് കഷായമുണ്ടാക്കിച്ചേ നിങ്ങൾ അടങ്ങൂ. താനിപ്പോൾ പറഞ്ഞതൊന്നും നടക്കില്ല. ധൈര്യമുണ്ടെങ്കിൽ ചെയ്തു കാണിക്ക്. പിറ്റേ മാസം മുതൽ എൻ്റെ അക്കൗണ്ടിൽ വിവിധ പെൻഷൻ വന്നു തുടങ്ങും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോറിൽ ഞാൻ സൈനൈഡ് കലക്കി തരും. ഞാൻ എന്നെ കൊണ്ട് വെറുതെ ചെയ്യിക്കരുത്. എന്തിനാ വെറുതെ നേരത്തെ തന്നെ വിസയും മേടിച്ച് അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾക്ക് നഷ്ടം ഇപ്പോൾ ഒരു അശ്വതി മാത്രം. നിങ്ങൾ പേടിക്കേണ്ട. ജീവൻ പോവാതെ ഇരിക്കാൻ ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്ക്. അവൾ അവനെ പുച്ഛത്തോടെ നോക്കി പറഞ്ഞിട്ട് ഡോറും തുറന്ന് താഴേക്ക് പോയി. എൻ്റെ ദൈവമേ, എന്താ അവളിപ്പോൾ പറഞ്ഞിട്ട് പോയത്? ഞാൻ ചത്ത എൻ്റെ വീട്ടുകാർ പോലും അവളെയെ സപ്പോർട്ട് ചെയ്യൂ. വട്ടുപിടിച്ച ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞാൻ അനുഭവിച്ചോളാൻ. അവൻ തലയിൽ കൈവച്ച് കട്ടിലിലേക്ക് ഇരുന്നു. എടാ, നീ എന്താടാ എൻ്റെ മോളോട് പറഞ്ഞത്? ഡോറും തുറന്ന് അമ്മ അവനോട് ദേഷ്യത്തിൽ ചോദിച്ചു. എടാ, നിന്റെ വേഷം കെട്ടി എൻ്റെ മോളോട് വേണ്ട. നിന്റെ ആരെയാടാ നിനക്ക് ഇവിടെ കൊണ്ടുവന്ന് വായിക്കേണ്ടത്? ആ പാവം കൊച്ച് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് പിടഞ്ഞു പോയി. നിന്നോട് പറഞ്ഞു ജയിക്കാനുള്ള കഴിവൊന്നും എൻ്റെ മോൾക്കില്ല. ഞാൻ കരുതി നീ നന്നായെന്ന്. എടാ, നീ നന്നാവില്ല. എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ അസുരവിത്ത്. ഇതുവരെ ഞാൻ നിന്നെ സകല വൃത്തികേടിനും കണ്ടില്ലെന്ന് നടിച്ചു. ഇനി പറ്റില്ല. ഇപ്പോഴും ഇതെൻ്റെ വീടാണ്. ഇവിടെ നിന്റെ തോന്നിവാസം നടക്കില്ല. അമ്മ പിന്നെയും ഓരോന്ന് പറഞ്ഞത് തന്നെ പറഞ്ഞു കൊണ്ടിരുന്നു. അവൾ അമ്മയുടെ മുന്നിൽ കരഞ്ഞു കാണിച്ച് കുപ്പിയിൽ കയറ്റി. ഞാൻ എന്തു പറഞ്ഞാലും അങ്ങോട്ട് ഏൽക്കില്ല. അമ്മ പ്രാഗിക്കൊണ്ട് മുറി വിട്ടു പോയപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. മിന്നുമോളെ, അമ്മനോട് ക്ഷമിക്ക്. എല്ലാം എൻ്റെ മാത്രം തെറ്റാ. അവന് വേണ്ടി മോളെപ്പോലെ ഒരു പാവം കുഞ്ഞിനെ ഈ അമ്മ കണ്ടെത്തിയതിന്. ഒരു പെണ്ണ് വരുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് എല്ലാ അമ്മമാരും കരുതും പോലെ കരുതി ഞാനും. അമ്മ അടുക്കളയിൽ നിൽക്കുന്ന ആത്മജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരച്ചിലടക്കി വിതുമ്പലോടെ പറഞ്ഞു. വിവാഹം ഒന്നിനും മരുന്നല്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ എന്നോട് ഒരു സത്യം പറയോ?
എന്തായാലും ഞാൻ എൻ്റെ താലി അയക്കാൻ തയ്യാറല്ല. അമ്മയെ അടർത്തി മാറ്റി നിർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. എന്താ മോളെ, അമ്മ നിന്നോട് നുണ പറയില്ല. ജിത്തുവേട്ടൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ശരിക്കും? ആത്മജയുടെ ചോദ്യത്തിന് അമ്മ പതറുന്നത് ആത്മജയ്ക്ക് മനസ്സിലായി. എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷനാവുന്നേ? അമ്മ ധൈര്യമായി പറ. എന്തായാലും കാര്യങ്ങൾ അറിയാതെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. അവസാന അടവ് ആത്മജ പുറത്തെടുത്തു. അവൾക്കറിയാം അമ്മ താൻ പോവുമെന്ന് അറിഞ്ഞാൽ എല്ലാം പറയുമെന്ന്. മോളെ, നീ എൻ്റെ മകനെ വിട്ട് എങ്ങും പോവരുത്. അവനെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് മോള് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അമ്മ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല അമ്മ, എനിക്ക് ജിത്തുവേട്ടൻ്റെ പ്രശ്നം അറിയണം. രോഗമറിഞ്ഞ ചികിത്സ നടത്താവുന്നല്ലേ കേട്ടിട്ടില്ലേ? പറയാം മോളെ. അവനായിരുന്നു ഈ വീടിൻ്റെ നാഥൻ. എൻ്റെ കണ്ണായിരുന്നു എൻ്റെ മോൻ. അനിയന്മാർക്ക് ഏട്ടനും അച്ഛനും കൂട്ടുകാരനുമായിരുന്നു. ടൗണിൽ ആ കടയിലെ വരുമാനം കൊണ്ടാണ് അനിയന്മാരുടെ പഠിത്തവും വീട്ടുചെലവും സുഖമായി നടന്നു പോയത്. എപ്പോഴോ ഒരു പെണ്ണ് അവൻ്റെ മനസ്സിൽ കയറിക്കൂടി. എന്നോട് അതൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. വലിയ കഴിവൊന്നുമില്ലാത്ത വീട്ടുകാരായിരുന്നു. രേവതി എന്നായിരുന്നു ആ കൊച്ചിൻ്റെ പേര്. ജിത്തു അവൻ്റെ മനസ്സിൽ അവളെ ആഴത്തിൽ പതിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ കൊച്ച് വേറൊരുത്തനെ വിവാഹം ചെയ്തു പോയി. അതോടെ ജിത്തുവിൻ്റെ മട്ടും ജീവിതവും മാറി. കടയിൽ പോവാതെ ഇരിപ്പും കിടപ്പും. കുറേ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ബഹളം വെക്കാൻ തുടങ്ങി. അതുകൊണ്ടാണോ എന്നറിയില്ല, കടയിൽ പോയി തുടങ്ങി. അതിനിടയിൽ അവൻ്റെ താഴെയുള്ളവന് ഒരു ജോലിയിൽ ഒരു പെണ്ണിനെ അവനും സ്നേഹിച്ചിരുന്നു. അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി പെണ്ണ് ചോദിച്ചു. അവർക്ക് 100 വട്ടം സമ്മതം. ജീവിതത്തിൽ സങ്കടമായി ജിത്തു എൻ്റെ മുന്നിലുണ്ടെങ്കിലും മറ്റൊരു മകൻ്റെ സന്തോഷം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് 2 ആഴ്ചയായപ്പോൾ സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ട് ആ വാർത്ത എല്ലാവരും അറിഞ്ഞു. എന്തു വാർത്ത? പറ അമ്മ. അവൾ തളർന്നു നിൽക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. രാവിലെ വീടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. ജിത്തുവിനെ പിടിച്ചു വലിച്ച് അകത്ത് കയറ്റിപ്പോയി. എന്നിട്ട് അമ്മ ബാക്കി പറയാതിരുന്നപ്പോൾ ആത്മജ ഇടപെട്ടു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ആദ്യം. അപ്പോഴേക്കും നാട്ടിൽ പലതരത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിലൊന്നാണ് അവനും കൂട്ടുകാരനും ചേർന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തെന്ന്. അമ്മ ആത്മജയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിച്ചു. അവൾ ഒന്നും സംഭവിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും അമ്മ പറഞ്ഞു തുടങ്ങി. അതോടെ ഉറപ്പിച്ച കല്യാണം മുടങ്ങി. ഇങ്ങനെയൊരു കുടുംബത്തിലേക്ക് അവരുടെ കൊച്ചിനെ വിടില്ലെന്ന് തീർത്തും പറഞ്ഞു. അതിനുശേഷം ഇന്നാണ് ജിത്തുവിനോട് അവൻ സംസാരിക്കുന്നത് പോലും. 14 ദിവസം റിമാൻഡിൽ കിടന്നു. കേസ് കോടതിയിൽ എത്തിയപ്പോൾ പെൺകുട്ടി അവളെ ഉപദ്രവിച്ചിട്ടില്ലെന്നും പറഞ്ഞു. എന്നാലും അതൊക്കെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയതാണെന്നും എല്ലാവരും പറഞ്ഞു നടന്നു. ജയിലിൽ നിന്നും വന്ന ശേഷം ആരോടും മിണ്ടിയിട്ടില്ല. ആരെയും കാണാനും ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു നടപ്പ്. പിന്നെ അവൻ വേണ്ടാത്ത ഓരോ കാര്യങ്ങളിലേക്ക് പോയി. എന്നിട്ട് അമ്മ വിശ്വസിക്കുന്നുണ്ടോ അമ്മയുടെ മോൻ അങ്ങനെ ചെയ്യുമെന്ന്? ആത്മജയുടെ ചോദ്യത്തിന് അമ്മയുടെ തല താഴ്ന്നു പോയി. എനിക്കറിയില്ല മോളെ. അമ്മയ്ക്ക് പോലും വിശ്വാസമില്ല സ്വന്തം മോനെ. എന്നിട്ട് എന്നെപ്പോലെ ഒരു പെണ്ണിനെ അമ്മയുടെ മോനെ നന്നാക്കാൻ വിവാഹം കഴിപ്പിച്ചു. അതിന് മറ്റുള്ളവരുടെ മക്കൾ ബലിയാടിയാലും പ്രശ്നമില്ല അല്ലേ അമ്മേ? എനിക്ക് ഒന്നേ അമ്മയോട് പറയാനുള്ളൂ. അമ്മയുടെ മോൻ എനിക്കെന്നല്ല ആർക്കും നന്നാക്കാൻ പറ്റില്ല. അതിന് ആ മകന് ഒരു മനസ്സ് വേണം. അത് ഉണ്ടാവാൻ എനിക്ക് കഴിയുപോലെ ശ്രമിക്കാം. മോളെ, അമ്മയോട് നീ ക്ഷമിക്ക്. നീ പറഞ്ഞത് എല്ലാം നേരാണ്. എന്നാൽ മോള് വിചാരിച്ച എൻ്റെ ജിത്തുവിനെ പഴയ ജിത്തുവാക്കാൻ പറ്റും. എല്ലാത്തിനും അമ്മ എൻ്റെ മോൾക്ക് കൂടെയുണ്ട്. എൻ്റെ മോൻ പാവമാണ്. ആത്മജ ഒന്നും പറയാതെ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. എല്ലാം തീർന്നെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. റൂമിൽ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. അവിടെ ജിത്തുവിനെ കാണാതെയായപ്പോൾ ബെഡിലേക്ക് കിടന്നു. അവളുടെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു. എന്തിനാ അച്ഛനും അമ്മയും വിഷ്ണുവേട്ടന് എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? ഞാനിപ്പോൾ നിലയില്ലാ കായത്തിൽ മുങ്ങി നിൽക്കുക. ആരും ഒരു സഹായത്തിനും വരില്ല. ഈ അനാഥ പെണ്ണിനെ ഏൽക്കാൻ ആരുമില്ല.
അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് സ്വയം പറഞ്ഞു. ബെഡിൻ്റെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു. അവളുടെ മനസ്സിൽ ഭാരമേറിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. അതേസമയം റൂമിലേക്ക് ജിത്തു കയറി വന്നു. ആത്മജ കരച്ചിലിൻ്റെ ഒച്ച അവൻ കേട്ടിരുന്നു. അവൻ അവളുടെ കിടപ്പ് നോക്കി കുറച്ചു നേരം നിന്നു. എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? അമ്മയെല്ലാം പറഞ്ഞു തന്നില്ലേ? എന്നിട്ട് എന്തിനാ പെണ്ണേ നീ ഇവിടെ നിൽക്കുന്നേ? നിന്റെ ജീവിതം എൻ്റെ മുന്നിൽ നീ നശിപ്പിക്കരുത്. ആ ശാപം കൂടി വയ്യ. ജീവിതത്തിൽ തോറ്റവനാണ് ഞാൻ. ആര് വിചാരിച്ചാലും അതൊന്നും വിജയത്തിലേക്കെത്തിക്കാൻ പറ്റില്ല. അതിന് എൻ്റെ അമ്മയും നീയും ശ്രമിച്ചിട്ട് കാര്യമില്ല. അവളുടെ കണ്ണീർ ചാലിയിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. അവൻ നെടുവേർപ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. അപ്പോൾ അമ്മ പറഞ്ഞത് നേരാണ്. മനസ്സിൽ എവിടെയോ ഒരു നന്മ ഒളിഞ്ഞു കിടപ്പുണ്ട്, ശരിയാക്കാം. അവൾ എണീറ്റിരുന്ന് അവൻ പോയ വഴിയിലേക്ക് നോക്കി പറഞ്ഞു. രാത്രി വരെ ആത്മജ റൂമിൽ നിന്നും പുറത്തു വന്നില്ല. അതുകൊണ്ട് തന്നെ ജിത്തു റൂമിലേക്ക് കയറാൻ മടിച്ച് ഹോളിൽ തന്നെ കഴിച്ചു കൂട്ടി. മോനെ, പോയി മോളെ വിളിച്ചിട്ട് വാ. ഉച്ചക്ക് മുതൽ ഒന്നും കഴിച്ചില്ല മോള്. അമ്മ മുകളിൽ റൂമിലേക്ക് നോക്കിയ ശേഷം ടി വിയിൽ ചാനൽ കൊണ്ടു കിടക്കുന്ന മകനോട് പറഞ്ഞു. എനിക്കൊന്നും വയ്യ. അമ്മയുടെ മോളല്ലേ, ചെന്ന് വിളിച്ച് ഊട്ട്. അവൻ അനിശ്ചിതയോടെ പറഞ്ഞിട്ട് അമ്മയെ നോക്കി. നീ എന്നോട് വഴക്കാണോ മോനെ? അമ്മ അവൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് വിഷമത്തോടെ ചോദിച്ചു. ഓ, ഞാൻ ആരാ? എനിക്കാരോടും വഴക്കില്ല, ദേഷ്യവുമില്ല. എന്നാ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വാ. കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ട്. അമ്മ മകനെ നോക്കി ചിരിയോടെ പറഞ്ഞു. പിന്നെ അവളെൻ്റെ പട്ടി പോയി വിളിക്കും. അവൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് വീണ്ടും ചാനൽ മാറ്റാൻ തുടങ്ങി. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ജിത്തുവേട്ട? സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ആത്മജ അവനെ കളിയാക്കി ചോദിച്ചു. അമ്മ, എനിക്ക് നല്ല വിശപ്പ്. അവൾ വയറ് തിരുമ്മിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു. ഞാൻ എല്ലാം എടുത്തു വെച്ചു. അമ്മ പറഞ്ഞിട്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു. എന്താ കഴിക്കുന്നില്ലേ? അമ്മ പോയപ്പോൾ കഴിക്കാൻ വരാതെ സെറ്റിയിൽ കിടന്ന് ടി വി കാണുന്ന ജിത്തുവിനോട് ആത്മജ ചോദിച്ചു. എനിക്ക് വേണ്ട. അതെന്നാ? ആമാശയം പട്ടി കൊണ്ടുപോയോ? അയ്യോ തമാശ. ഈ വർഷത്തെ കോമഡിക്കുള്ള അവാർഡിന് ഒന്ന് ട്രൈം ചെയ്യരുതേ, ചിലപ്പോൾ കിട്ടും. അവൻ അവളെ നോക്കി കളിയാക്കി പറഞ്ഞിട്ട് എണീറ്റിരുന്നു. ദേ, ഞാൻ ഇപ്പോൾ വിളിച്ചത് സ്നേഹത്തിലാണ്. വലിയ വെയിറ്റിട്ട ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരും. അവൾ അതേ കളിയിലോടെ പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ നിൻ്റെ ക്ഷണം വേണമല്ലോ. അവൻ ടി വി ഓഫാക്കി അവൾക്ക് നേരെ ചീറി. പിന്നെ എണീറ്റ് ഡൈനിങ് റൂമിലേക്ക് നടന്നു. എന്നോടല്ല ബാല നിൻ്റെ കളി? അവൻ്റെ പോക്ക് കണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു ചിരിച്ചു. നമുക്കൊന്ന് പോവണ്ടേ സന്ധ്യ അവിടം വരെ? അവൾക്ക് വലിയ സന്തോഷവും. ആത്മജയുടെ അമ്മാവൻ ഭാര്യയോട് പേടിയോടെ ചോദിച്ചു. പിന്നെ അവളെ ഒഴിവാക്കാൻ പെട്ട പാട് ദൈവത്തിന് എനിക്കേ അറിയാവൂ. അങ്ങനെയൊരു ബന്ധവുമില്ല, സ്വന്തവുമില്ല. പിന്നെ ഞാനും മക്കളും അറിയാതെ അവളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ പോയെന്നറിഞ്ഞ അന്ന് നിങ്ങൾ ഈ വീടിന് പുറത്താ. സന്ധ്യ കലി തുള്ളിക്കൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു. ആ സാധു മനുഷ്യൻ ഒന്നും പറയാൻ നിൽക്കാതെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. അയാളുടെ ഉള്ളിൽ അയാളുടെ കൂടെപ്പിറപ്പും അവളുടെ കുടുംബവും തെളിഞ്ഞു വന്നു. ഈശ്വരാ, എൻ്റെ കുട്ടിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം നീ കൊടുക്കണേ. അയാൾ പൂജാമുറിയിലേക്ക് കയറി ഈശ്വരനോട് മനമുരുക്കി പ്രാർത്ഥിച്ചു. അയാളുടെ മനസ്സ് നിറയെ തൻ്റെ പെങ്ങളുടെ മകളായ ആത്മജയുടെ മുഖം തെളിഞ്ഞു വന്നു. രാത്രി റൂമിലേക്ക് ആത്മജ ചെല്ലുമ്പോൾ ജിത്തു ബാൽക്കണിയിൽ നിന്നും സിഗരറ്റ് വലിച്ചു നിൽക്കുകയായിരുന്നു. അവൾ അവനൊപ്പം പോയി നിന്നു. എന്താ, എനിക്ക് നീ സ്വൈര്യം തരില്ലേ? അവൾ കൂടെ നിന്നപ്പോൾ അവന് ദേഷ്യത്തിൽ വന്നു. ജിത്തു, എന്തിനാ എന്നോട് ഈ ദേഷ്യം? ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങ് പോവാം. എനിക്ക് ഇനി വേറെ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. ജിത്തുവിനും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നല്ല ഫ്രണ്ട്സായി ജീവിക്കാം. അവൾ അവനോട് പറഞ്ഞിട്ട് അവൻ്റെ ഉത്തരത്തിനായി അവനെ നോക്കി. എന്തു പറ്റി പെട്ടെന്ന്? ഫുഡിൽ പോയിസൺ തരുമെന്ന് പറഞ്ഞ ആൾക്ക് ഒരു ബോധോദയം. അവളെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ മറന്നേക്ക്. അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും വാക്കുകളുമാണ്. നാളെ മുതൽ ഷോപ്പിൽ പോയി തുടങ്ങുമല്ലേ? ഞാനും ഇനി അങ്ങോട്ട് കൂടെ ഉണ്ടാവും. എനിക്ക് അങ്ങനെയൊരു കൂട്ടിൻ്റെ ആവശ്യമില്ല. അവൻ സിഗരറ്റ് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് ജിത്തുവിൻ്റെ കാര്യം. എനിക്ക് എന്നും ജിത്തുവേട്ടൻ കൂട്ടുവേണം.
അവൾ ഒട്ടും സംശയമില്ലാതെ അവനെ നോക്കി പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. അവൻ അവളെ മറികടന്ന് ബെഡിൽ പോയി കിടന്നു. പുറകെ അവളും അവൻ്റെ അടുത്ത് പോയി കിടന്നു. എന്നെ ഭരിക്കാൻ വരാതിരുന്ന നാളെ പോരെ? അവൻ അവളെ നോക്കാതെ തിരിഞ്ഞു കിടന്നു പറഞ്ഞു. അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മറിച്ച് മനസ്സിൽ ചിരിച്ചു. രണ്ടുപേരും ഉറക്കത്തിൻ്റെ പിടിയിൽ പെട്ടുപോകുമ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിക്കുന്നത്. ഫോണിൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി എണീറ്റു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവൾ സന്തോഷം തോന്നി. അമ്മാവാ, വീട്ടിലെത്തിയോ? ഫോൺ അറ്റൻഡ് ചെയ്ത് പാടെ അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ഞാൻ ഇന്ന് പോയില്ല മോളെ. അമ്മായി എവിടെ? സിത്തുവേട്ടൻ എത്തിയോ? ആമിമോൾ ഉറങ്ങിയോ? അവൾ നിർത്താതെ ഓരോരുത്തരോടായി കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ അമ്മാവൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ കണ്ണ് അമർത്തി തുടച്ച് അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. എല്ലാവരും കിടന്നു. ഞങ്ങളാരും അങ്ങോട്ട് വരാത്തതിന് മോൾക്ക് ദേഷ്യമുണ്ടോ? നിനക്ക് അവിടെ സുഖമല്ലേ മോളെ? അമ്മാവൻ വേദനയോടെ ചോദിച്ചു. എനിക്കാരോടും ദേഷ്യമില്ല. എനിക്കറിയാം അമ്മാവൻ്റെ മനസ്സ്. ഇവിടുത്തെ അമ്മ എന്നെ സ്വന്തം മോളെ പോലെയാണ് കണ്ട് സ്നേഹിക്കുന്നത്. പിന്നെ ജിത്തുവേട്ടൻ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു നിൽക്കുക. അമ്മാവൻ സന്തോഷമായി ഇരിക്ക്. ആരും അറിയാതെ എന്നെ വിളിച്ചല്ലോ. എന്നോട് സുഖമാണോ ചോദിച്ചല്ലോ. അത് മതി. നിനക്ക് ഒന്നും ഞാനായിട്ട് പറഞ്ഞു തരണ്ടല്ലോ. ചെക്കൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സാധിച്ചില്ലേ എന്ന് ഓർത്ത് ഇതുവരെ വേദനിക്കുകയായിരുന്നു. ഇപ്പോൾ സമാധാനമായി. ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ട് കഴിയുന്നത് അറിഞ്ഞാൽ മതി ഈ അമ്മാവന്. അവൾ വേദനിക്കുന്ന മനസ്സോടെ ഓരോ വിശേഷങ്ങളും പറഞ്ഞു. ഫോൺ നിശബ്ദമായപ്പോൾ അവൾ ഫോൺ ബെഡിലേക്കിട്ട് വായ പൊത്തിക്കരഞ്ഞു. എന്തിനാ നീ അമ്മാവനോട് നുണ പറഞ്ഞത്? സത്യം പറഞ്ഞിട്ട് ഉള്ള ജീവൻ കൊണ്ടുപോവാൻ നോക്ക്. എല്ലാം കേട്ട് കിടന്ന ജിത്തു അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അവൾ അഭിമുഖമായി കിടന്നുകൊണ്ട് പറഞ്ഞു. പ്ലീസ്, എനിക്ക് അല്പം സമാധാനം തരുമോ? അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു. അവനിൽ നിന്നും മുഖം മാറ്റി തിരിഞ്ഞു കിടന്നു. ഓ, നീയായി നിന്റെ പാടായി. ഞാനൊന്നും പറയുന്നില്ലേ? അവൻ പിറുപിറുത്തു കൊണ്ട് തിരിഞ്ഞു കിടന്നു. എന്നാൽ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അവളുടെ കണ്ണീരാണോ അതിന് കാരണം? അവൻ അവനോട് തന്നെ ചോദിച്ചു. ഇവൾ തനിക്ക് കൊണ്ടുപോയി കളയാൻ വെച്ച ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയെന്ന് തലച്ചോറിനെ പഠിപ്പിക്കുമ്പോൾ മനസ്സ് സമ്മതിച്ചു തരാത്തത് എന്തുകൊണ്ടാണ്? അവൻ ചിന്തയുടെ ചുഴലിൽ പെട്ടുപോയി. എപ്പോഴോ നിദ്ര അവൻ്റെ കണ്ണിലെത്തി. രാവിലെ ഏറെ വൈകിയാണ് ആത്മജ കണ്ണു തുറന്നത്. രാത്രിയെല്ലാം കരഞ്ഞുകൊണ്ട് കണ്ണാകെ വീങ്ങിയിരുന്നു. അവൾ അരികിൽ കിടന്നിരുന്നവനെ നോക്കി. അവൻ കിടന്ന സ്ഥലം ശൂന്യമായിരുന്നു. ഓ, നേരത്തെ എണീറ്റോ? അവൾ പിറുപിറുത്തു കൊണ്ട് എണീറ്റ് ബാത്റൂമിൽ കയറി. റെഡിയായി വേഗം താഴേക്ക് ഓടി. ഹോളിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ജിത്തുവിനെ കണ്ടപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു. ഗുഡ് മോർണിംഗ്. എപ്പോഴോ ഷോപ്പിൽ പോകുന്നേ? അവൻ്റെ ഇരിപ്പ് കണ്ണ് അവൾ ചോദിച്ചു. പോവാം, നീയും കൂടി കഴിച്ചിട്ട് ഇറങ്ങാം. ഫോൺ സെറ്റിയിലേക്ക് വെച്ചിട്ട് അവളോട് പറഞ്ഞു. ജിത്തു കഴിച്ചോ? എന്നും ഷോപ്പ് വൈകിയാണോ തുറക്കുന്നത്? ഞാൻ കഴിച്ചു. ഞാൻ ചിലപ്പോൾ രാവിലെ പോവും, ചിലപ്പോൾ വൈകിട്ടേ പോവാറുള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ വിപിനും നോബിലും നോക്കിക്കോളും. അതൊക്കെ ബിസിനസ് പാർട്ട്നേഴ്സാണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അല്ല, അത് എൻ്റെ മാത്രം ഷോപ്പാ. അവരെ എനിക്ക് വിശ്വാസാ. അവർ ഇതുവരെ എല്ലാം നന്നായി നോക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. അവൾ അവൻ്റെ പോക്ക് കണ്ട് അല്പം നേരം നിന്ന ശേഷം അടുക്കളയിലേക്ക് ഓടി. മോളുടെ തലവേദന മാറിയോ? ഞാൻ മോളെ വിളിക്കാൻ വന്നപ്പോൾ അവൻ കിടന്നോ ഒച്ച വെച്ചു. മോളെ, ഇന്നലെ ഒരുപാട് വൈകിയാണ് ഉറങ്ങിയതെന്ന് പറഞ്ഞു. അമ്മാവൻ വിളിച്ചോ മോളെ രാത്രി? ആത്മജയെ കണ്ടപ്പോൾ അവളുടെ നെറ്റിയിൽ കൈ വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അതൊക്കെ വിട്, വേദനയൊക്കെ മാറി. എനിക്ക് ഏട്ടനൊപ്പം ഷോപ്പിൽ പോണം. അമ്മയുടെ കവിളിൽ മുത്തിക്കൊണ്ട് ആത്മജ സ്നേഹത്തോടെ പറഞ്ഞു. മോള് ഇരുന്നോ, ഞാനിപ്പോൾ കൊണ്ടുവരാം. അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അമ്മ കഴിച്ചോ? ഇന്ന് അമ്മയ്ക്ക് ഉപവാസമാണ്. മോള് കഴിച്ചിട്ട് വേഗം ചെല്ല്. അവൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ജിത്തു കാറിൻ്റെ കീയും കൊണ്ടുവന്നു. മക്കൾ ഒരുമിച്ച് പോകുന്നത് കണ്ടപ്പോൾ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. എനിക്ക് വേറെ പരിപാടിയുണ്ട്. നിന്നെ അവിടെയാക്കിയിട്ട് ഞാൻ പോവും. കുഴപ്പമുണ്ടോ? ഡ്രൈവിങ്ങിനിടയിൽ അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു. എങ്ങോട്ടാ? ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. രാത്രി നിന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ കരുതി നീ നന്നായി എന്ന്. അവൻ ദേഷ്യം വന്നു. കാറിൻ്റെ വേഗത കൂട്ടി.
സോറി, എന്നാലും ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ചോദിച്ചത്. പറയാൻ വയ്യെങ്കിൽ വേണ്ട, എന്നെ ഷോപ്പിലാക്കിയിട്ട് പൊയ്ക്കോ. അവൾ അവനെ നോക്കാതെ സങ്കടത്തിൽ പറഞ്ഞു. അവളുടെ സംസാരം കേട്ടപ്പോൾ അവന് അവളോട് അലിവ് തോന്നി. അതോടൊപ്പം കാറിൻ്റെ വേഗത കുറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് സിജു, അവനെ ഒന്ന് കാണണം. അവൾ ഉള്ളിൽ ചിരിച്ചെങ്കിലും പുറമേ സങ്കടം ഭവിച്ചിരുന്നു. എത്ര പാവമാണോ ഈ മനുഷ്യൻ. അവൾ അവനെ ഒളിക്കണ്ണാൽ നോക്കിയിട്ട് മനസ്സിൽ ആലോചിച്ചു. കാർ കുറേ സഞ്ചരിച്ച് ടൗണിൽ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുന്നിൽ നിർത്തി. അറോറ റെസ്റ്റോറൻറ്റ് എന്നെഴുതിയ മനോഹരമായ ആ റെസ്റ്റോറൻറ്റിലേക്ക് അവളെയും കൊണ്ട് അവൻ വേഗത്തിൽ കയറി ചെന്നു. വലിയൊരു ഹോട്ടൽ തന്നെയായിരുന്നു. ആദ്യമാണ് ആത്മജ ഇത്രയും വലിയ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. അവർ അകത്തേക്ക് കയറിയതും അവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ബഹുമാനത്തോടെ അവരെ നോക്കി ചിരിക്കുവാനും വിഷ് ചെയ്യാനും തുടങ്ങി. എന്നാലും ജിത്തു ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ്റെ റൂമിലേക്ക് കയറി. പുറകെ ആത്മജയും. ഇതാണോ ഓഫീസ് റൂം? അകത്ത് കയറി ആ റൂമിൽ സൗകര്യങ്ങൾ കണ്ട് കണ്ണും തള്ളിക്കൊണ്ട് ആത്മജ ചോദിച്ചു. അതെ, എന്താ? നമ്മുടെ വീട്ടിൽ ഇത്ര സൗകര്യമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് വീടല്ല, ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്. വീടു സൗകര്യം കുറഞ്ഞ ആരും മൈൻഡ് ചെയ്യില്ല. അതുപോലെയല്ല ഒരു 5 സ്റ്റാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകൾ. മനസ്സിലായോ? ഇവിടെ ഇരുന്നാൽ മതി, പണിക്കാരിയെല്ലാം ചെയ്തോളും. അവൻ അവൾക്ക് ഇരിക്കാൻ ചെയർ ചൂണ്ടിക്കാണിച്ച് കൊണ്ട് പറഞ്ഞു. ഞാൻ വൈകിട്ട് വരാം. ബോറടിച്ച വീട്ടിലേക്ക് വിട്ടോ. ഇവിടെ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി, അവർ വീട്ടിലെത്തിക്കും നിന്നെ. അവൻ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. ജിത്തു, എല്ലാവർക്കും എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോയാൽ പോരെ? അവൾ മടിയോടെ ചോദിച്ചു. ഓ, ശല്യം. അവൻ പിറുപിറുത്തുകൊണ്ട് റൂമിലേക്ക് വന്ന് ഫോണിൽ കൂടി സ്റ്റാഫുകളെ എല്ലാവരെയും വിളിച്ചു വരുത്തി. ആത്മജയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. 8 ലേഡീസും 4 മെയിൽ സ്റ്റാഫുകളും അവിടെയുള്ളത്. അതിൽ ഒരുത്തിയെ മാത്രം ആത്മജ നോട്ട് ചെയ്തു. ഇവൾ എനിക്ക് പണിയാവുമെന്ന് അപ്പോഴേക്കും ആത്മജയ്ക്ക് ഏറെക്കുറെ മനസ്സിലായി.